ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് ലേൺ ടാസ്ക് തെറ്റുകൂടാതെ ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യമായി തന്നെ ഒരു യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാവുന്നതാണ്. ഫ്രീ രജിസ്ട്രേഷൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ട്. ശേഷം ഒരു ക്രൈറ്റീരിയ ഓപ്പണായി വരും, അത് ഓക്കെ കൊടുക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് മൈ ടാസ്കിലെ ഡു ടാസ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാം. അഡ്വർടൈസ്മെൻറ്റ്സ് ക്ലോസ് ചെയ്ത് വിടുക. എപ്പോഴാണ് ഒരു ദിവസത്തിലെ തുടക്കത്തിൽ നമ്മൾ ടാസ്കുകൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമുക്കൊരു ക്വിസ് മാനിയ പേജ് ഓപ്പണായി വരും. 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മിനിറ്റ് സമയവും 5 പോയിൻ്റ് വീതവുമാണ്. അതൊരു ഏണിങ്സ് അല്ല, നമുക്ക് ലേണിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 5 ക്വസ്റ്റ്യൻസാണ് നമ്മളതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത്തരത്തിലൊരു ടാസ്കുകളുടെ പേജ് ഓപ്പണായി വരും. അതിൽ ടുഡേ ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലേൺ ടാസ്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് ഒരു 8 കാറ്റഗറി വരുന്നുണ്ട്. കാർ, ബ്രാൻഡ്, ഫ്ലാഗ്, കൺട്രി, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ബോഡി പാർട്സ്, ആനിമൽസ്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആനിമലിൻ്റെ കാറ്റഗറിയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 സെക്കൻഡ് ടൈമർ ഓടുന്നുണ്ടാവും. ആ ഒരു ടൈമിൽ നമുക്ക് ആ പിക്ചേഴ്സ് കാണാൻ, ഒരു പിക്ചറിന് തന്നെ 4 തരം ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ശേഷം ഇതുപോലൊരു ബോക്സുകൾ വരുമ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ആ സ്പെല്ലിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ടാസ്ക് നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അറ്റംപ്റ്റ് നെക്സ്റ്റ് ടാസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തന്നെ ഒരു ആനിമലിൻ്റെ വേറൊരു പിക്ചർ വരും. ഇനി നമുക്ക് കാറ്റഗറി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ടൈമറിൻ്റെ മുകളിൽ ആനിമൽസ് എന്നുള്ളതിൻ്റെ നേരെ കാണുന്ന ആ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാറ്റഗറി ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വെജിറ്റബിളിൻ്റെ ചൂസ് ചെയ്തു. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് വെജിറ്റബിളിൻ്റെ പിക്ചർ വരുന്നതായിരിക്കും. ബെറ്റർ കോട്ട് എന്ന് പറയുന്നൊരു കൈപ്പയ്ക്ക, അതിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. അത് നമുക്കിതുപോലെ തന്നെ നോക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് സെർച്ച് നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കാം. ശേഷം നമ്മൾ ആ ഒരു നെയിം കറക്റ്റായി തന്നെ സെർച്ച് ചെയ്ത് കൊടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിൻ്റ് അവിടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ മനോഹരമായി തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ടാസ്ക്കാണ് നമ്മുടെ ലേൺ. ഓക്കെ, താങ്ക് യു.